ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? തണുപ്പുള്ള ഒരു സന്ധ്യാസമയത്താണ് രമേശ് തന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളുള്ള സുന്ദരമായ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ആ വീട്. മനോഹരമായ ആ വില്ലയിൽ താമസിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവന് അതൊരു പുതിയ അനുഭവമായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനപരമായ അന്തരീക്ഷത്തിൽ കഴിയാം എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവന്റെ അയൽപ്പക്കത്ത് പച്ചപ്പ് നിറഞ്ഞ വലിയൊരു തെങ്ങിൻതോപ്പിന് നടുവിലായി ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു. അവിടെയാണ് കവിത താമസിച്ചിരുന്നത്. സുന്ദരിയും ഒപ്പം ഏറെ ആകർഷകമായ പെരുമാറ്റവുമുള്ള ഒരു സ്ത്രീയായിരുന്നു കവിത. അവളുടെ ചിരിയും സംസാരവും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. രമേശ് അവിടെയെത്തിയ ആദ്യ ദിവസം തന്നെ കവിത അവനെ പുഞ്ചിരിയോടെയാണ് സ്വാഗതം ചെയ്തത്. തൊട്ടടുത്ത വീട്ടിൽ ഒരു പുതിയ അയൽക്കാരൻ വന്നതിന്റെ സന്തോഷം കവിതയ്ക്കുമുണ്ടായിരുന്നു. ചായയും പലഹാരങ്ങളുമായി അവൾ അവന്റെ വീട്ടിലേക്ക് വന്നു. ആ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇരുവരും തമ്മിൽ ഒരു നല്ല സൗഹൃദം വളർന്നു. കവിതയുടെ ഭർത്താവ് ജോലി ആവശ്യങ്ങൾക്കായി വിദേശത്തായിരുന്നു. അതിനാൽ ആ വലിയ തറവാട്ടിൽ അവൾ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. സന്ധ്യാസമയങ്ങളിൽ കാറ്റേറ്റിരിക്കാൻ രമേശ് തന്റെ വീടിന്റെ ബാൽക്കണിയിൽ വരുമായിരുന്നു. ആ സമയത്ത് കവിതയും തറവാടിന്റെ മുന്നിലെ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാനിറങ്ങും. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിക്കും, കുശലാന്വേഷണങ്ങൾ പറയും. അവരുടെ കണ്ണുകൾ തമ്മിലുള്ള ആ നിശബ്ദ സംഭാഷണം ഒരു പ്രത്യേക കാന്തികത സൃഷ്ടിക്കാൻ തുടങ്ങി. രാത്രികളുടെ തണുപ്പ് കൂടുന്തോറും അവരുടെ സംഭാഷണങ്ങൾ നീളാൻ തുടങ്ങി. വീടിന്റെ അതിർത്തിയിലെ ചെറിയ മതിൽക്കപ്പുറത്തുനിന്ന് അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. ജീവിതത്തിലെ കൊച്ചുകൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും അവർ പരസ്പരം പങ്കുവച്ചു. ആ രാത്രികളിൽ പെയ്യുന്ന നേർത്ത മഴയും വീശുന്ന കുളിർക്കാറ്റും അവരുടെ സൗഹൃദത്തിന് പ്രണയത്തിന്റെ ചൂട് പകർന്നു. ഒരു ദിവസം രാത്രി കനത്ത മഴ പെയ്യുകയായിരുന്നു. ഇടിമിന്നലോടുകൂടിയ ആ മഴയിൽ ഗ്രാമത്തിലെ വെളിച്ചം മുഴുവൻ അണഞ്ഞു. ഇരുട്ടിൽ തറവാട്ടുവീട്ടിൽ തനിച്ചായ കവിതയ്ക്ക് ചെറിയ ഭയം തോന്നി. അവൾ ഫോണിന്റെ വെളിച്ചത്തിൽ രമേശിനെ വിളിച്ചു. തനിക്ക് ഇരുട്ടിൽ പേടിയാണെന്നും കുറച്ചു സമയം സംസാരിച്ചിരിക്കാമോ എന്നും ചോദിച്ചു. രമേശ് ഒട്ടും മടിച്ചില്ല. അവൻ ഒരു ടോർച്ചുമെടുത്ത് കവിതയുടെ തറവാട്ടിലേക്ക് നടന്നു. മഴയിൽ കുതിർന്ന് അവൻ അവളുടെ ഉമ്മറത്തെത്തി. വാതിൽ തുറന്ന കവിത അവന്റെ നനഞ്ഞ മുടിയും ശരീരവും കണ്ട് ആശങ്കയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ കയ്യിലിരുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ ആ വീടിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അവൾ അവന് തുടയ്ക്കാനായി ഒരു ഉണങ്ങിയ തോർത്ത് നൽകി. ഇരുവരും സ്വീകരണമുറിയിലെ സോഫയിലിരുന്നു. പുറത്ത് മഴയുടെ വന്യമായ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉള്ളിൽ മെഴുകുതിരിയുടെ ചെറിയ നാളമുണ്ടാക്കുന്ന വെളിച്ചവും നിഴലുകളും. ആ അന്തരീക്ഷം വളരെ ശാന്തവും എന്നാൽ ആഴത്തിലുള്ള ഒരു വികാരത്താൽ സാന്ദ്രവുമായിരുന്നു. രമേശ് കവിതയുടെ അരികിൽ വളരെ അടുത്തിരുന്നു. അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവന് അനുഭവപ്പെടാമായിരുന്നു. കവിതയും അവന്റെ അടുപ്പം ആഗ്രഹിച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെയും ആഗ്രഹത്തിന്റെയും ചെറിയ തിളക്കമുണ്ടായിരുന്നു. ഇരുവർക്കും ഇടയിലുള്ള ദൂരം സാവധാനം കുറഞ്ഞുവന്നു. അവളുടെ മൃദുലമായ കൈകളിൽ രമേശ് തന്റെ കൈകൾ ചേർത്തുപിടിച്ചു. കവിത കണ്ണുകൾ അടച്ച് ആ സ്പർശനം അനുഭവിച്ചറിഞ്ഞു. അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകൾ അവൻ സാവധാനം വശങ്ങളിലേക്ക് മാറ്റി. ആ തണുത്ത രാത്രിയിൽ അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അടുപ്പം അവർക്ക് വലിയൊരു ചൂടും ആശ്വാസവും നൽകി. പുറത്ത് മഴ കനയ്ക്കുകയായിരുന്നു. കാറ്റിന്റെ ഹോരവും ഇലകളുടെ അനക്കവും അവരെ കൂടുതൽ അടുത്തേക്ക് നയിച്ചു. ആ ഇരുണ്ട മുറിയിൽ അവരുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ സ്പർശനങ്ങളാണ് ആ രാത്രി സംസാരിച്ചത്. കവിത തന്റെ തല രമേശിന്റെ തോളിലേക്ക് ചായ്ച്ചു. അവൻ അവളെ കൂടുതൽ ചേർത്തുപിടിച്ചു. ആ നിമിഷത്തിൽ അവർ തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ മറന്നുപോയിരുന്നു. സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിന്റെ നിഗൂഢവും മനോഹരവുമായ തലത്തിലേക്ക് അവർ വഴിമാറുകയായിരുന്നു. രാത്രി വൈകുവോളം അവർ ആ വെളിച്ചത്തിൽ സംസാരിച്ചും പരസ്പരം പുണർന്നുമിരുന്നു. ഓരോ ചെറിയ സ്പർശനത്തിലും പ്രണയത്തിന്റെ വലിയൊരു തരംഗം തന്നെ ഇരുവരുടെയും ഉള്ളിലൂടെ കടന്നുപോയി. ആ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായി മാറി. പിറ്റേന്ന് പ്രഭാതത്തിൽ മഴ തോർന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ തറവാടിന്റെ ജനലുകളിലൂടെ ഉള്ളിലേക്ക് വീണു. രമേശ് ഉണരുമ്പോൾ കവിത അവന് കുടിക്കാൻ ചൂടുചായയുമായി അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുതിയ തിളക്കവും നാണവും നിറഞ്ഞു നിന്നിരുന്നു. അതിനുശേഷം അവരുടെ ദിവസങ്ങൾ കൂടുതൽ മനോഹരമായി. രാത്രികളിൽ മാത്രം കണ്ടുമുട്ടിയിരുന്ന അവർ പകൽ സമയങ്ങളിലും പരസ്പരം കാണാൻ സമയം കണ്ടെത്തി. അയൽപ്പക്കത്തെ ആ ബന്ധം വെറുമൊരു പരിചയം മാത്രമായിരുന്നില്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കിയ രണ്ട് ഹൃദയങ്ങളുടെ ആഴത്തിലുള്ള ഐക്യമായിരുന്നു. മഴക്കാലം അവസാനിക്കുകയും തണുപ്പുള്ള ശീതകാലം എത്തുകയും ചെയ്തപ്പോഴും അവരുടെ പ്രണയം കൂടുതൽ ആഴമുള്ളതായി മാറി. ഓരോ സന്ധ്യയും അവർക്കായി പുതിയ ഓർമ്മകൾ സമ്മാനിച്ചു.
നിശബ്ദമായ രാത്രികളിൽ അവർ പങ്കുവച്ച ആ മനോഹര നിമിഷങ്ങൾ എന്നും അവരുടെ മനസ്സിൽ പച്ചപിടിച്ചു നിന്നു. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഹൈപ്പടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.